പാകിസ്ഥാനെതിരായ നിലപാട് വിശദീകരിക്കാനുള്ള പ്രതിനിധി സംഘത്തിലേക്ക് തന്റെ പേര് കോൺഗ്രസ് വെട്ടിയത് ശശി തരൂരിന് വേദനയായി മാറിയിട്ടുണ്ടെന്ന് പറയുന്നു. നിരന്തരം അവഗണന പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ തനിക്കുള്ള ജനപിന്തുണ അറിയാമായിരുന്നിട്ടും ഈഗോ തുടരുന്നു എന്നാണ് തരൂരിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായി പറയുന്നു. BJP-യിൽ പോകില്ലെന്ന നിലപാടാണ് തരൂർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്നാൽ രാജ്യസേവനത്തിന് വേണ്ടി ഏത് പദവിയും ഏറ്റെടുക്കുമെന്നും പറയുന്നുണ്ട്. ഇതോടെ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധിയായി തരൂർ മാറുമെന്ന സൂചനകൾ സജീവമാണ്. ജനീവ കേന്ദ്രമാക്കി പ്രവർത്തിച്ച അമേരിക്കയുടെ അടക്കം പിന്തുണയിലും ഐക്യരാഷ്ട്രസഭയുടെ ഭാവി സെക്രട്ടറി ജനറൽ തെരഞ്ഞെടുപ്പിലും തരൂർ മത്സരിക്കുമെന്ന സൂചനകളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൽ പ്രത്യേക താല്പര്യം കാട്ടുമെന്നാണ് സൂചന. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി മുതിർന്ന IFS ഉദ്യോഗസ്ഥരായ നിരവധി പേരാണ്. രാജ്യ താല്പര്യം അവരിലൂടെ ലോകം അറിയുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര പോരിൽ തന്നെയാണ് ശശി തരൂരിനെ പോലൊരു നേതാവിനെ ഐക്യരാഷ്ട്രസഭയിൽ നിയോഗിക്കാൻ മോദിക്ക് താല്പര്യമുണ്ടെന്ന് അറിയിച്ചത്. ഇതിലൂടെ കൂടുതൽ ഉച്ചത്തിൽ ഇന്ത്യൻ ശബ്ദം UN-ൽ മുഴങ്ങുമെന്ന് പറയാം. ഐക്യരാഷ്ട്രസഭയുടെ മുൻ അണ്ടർ സെക്രട്ടറി കൂടിയായ തരൂരിന് മികച്ച വിദേശ ബന്ധങ്ങളുണ്ട്. ഇതെല്ലാം രാജ്യത്തിന് അനുകൂലമാക്കാനാണ് നീക്കം. ഇതിനൊപ്പം മറ്റു ചില പദ്ധതികളും തരൂരിനുണ്ട്. കേരളത്തിൽ കേന്ദ്രീകരിച്ച് സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തനമാണ് മനസ്സിലെ ലക്ഷ്യം. വികസനത്തിന് തന്നെ ഇപ്പോൾ ഉന്നതയുള്ള നിലപാട്, അതുപോലെ വിശദീകരണത്തിലൂടെ കേരളത്തിൽ നിറയുകയാണ് ലക്ഷ്യം.